നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇവിടെ എന്ന് തോന്നുന്നുണ്ടോ? നമ്മളുടെ കൂടെ മൂന്നാമനായി അള്ളാഹു ഇല്ലേ സിദ്ദീഖേ? പിന്നെ എന്തിനാ പേടിക്കുന്നത്? ലാ തഹ്സൻ, ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത്. ലാ തഹ്സൻ. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണിത്. ഈമാൻ അനുസരിച്ച് ജീവിക്കുന്നത് ഒരു കനൽ കയ്യിൽ പിടിച്ച പോലെ ഉണ്ടാകും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. സ്വല്ലല്ലാഹു ഖൽ ഖാബിദ് അലൽ ജംർ. തീക്കനലാരി കൈ പിടിച്ചിരിക്കും, അതിട്ട് ഓടൂലേ എന്ന പോലെ പെൺകുട്ടികൾ ഹിജാബ് അഴിച്ചു ഓടിത്തുടങ്ങും. ആൺകുട്ടികൾ നിസ്കാരം താഴെ വെച്ച് ഓടിത്തുടങ്ങും. ഇസ്ലാമിൻ്റെ ഷിആറുകൾ താഴെ വെച്ച് തുടങ്ങും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് കാലം നീങ്ങുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഈ ദീനിൻ്റെ സംരക്ഷണത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പങ്ക് നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഒന്നുമില്ല, കൂടെ നിൽക്കുന്ന ഒരാളോടൊരു നല്ലത് പറഞ്ഞു കൊടുക്കേ, ഒരു നല്ല കാര്യം അവർക്കൊന്ന് ഫോർവേഡ് ചെയ്യേ, ഒരു നല്ലതിലേക്ക് അവരെ ക്ഷണിക്കുകയോ ചെയ്തെങ്കിൽ പോലും അത് മതി. ഇൻഷാ അല്ലാഹ് ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ചെറിയ ചലനം നന്മയുടെ ഭാഗത്തേക്കുണ്ടെങ്കിൽ അതിന് അല്ലാഹു കൂലി തരും. കൽ ഖാബിദ് അലൽ ജംർ. പരീക്ഷണങ്ങൾ തത്റാ, അണമുറിയാതെ വരും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് തീരുമ്പോഴേക്കും അടുത്തത്. ഇങ്ങനെ വരുന്നൊരു കാലഘട്ടമാണ്. എന്തു വേണം? ഓർമ്മ വേണം. ലാ തഹ്സൻ. ദുഃഖിക്കേണ്ട സിദ്ദീഖേ, സങ്കടപ്പെടരുത് സിദ്ദീഖേ, ദുഃഖിക്കരുത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് സിദ്ദീഖേ. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഈ ബോധം നമ്മുടെ ഖൽബിൽ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മളാകെ നോക്കുക, ആ പാർട്ടി പോയാൽ നന്നാവോ, ശരിയാവോ, ഈ പാർട്ടിക്കാർ നമ്മളെ സംരക്ഷിക്കുമോ, ഈ പാർട്ടിക്കാരെ നമ്മളെ നോക്കുമോ? അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്നല്ലാഹ മഅനാ. ഈ പാർട്ടിക്കാരെയും അതിൻ്റെ മെമ്പർമാരും ഒക്കെ നിയന്ത്രിക്കുന്നത് മേലെന്നാണ്. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എല്ലാ ഖൽഖും അള്ളാഹുവിൻ്റെതാണ്. അവിടെ ആ ഒരു ഹെഡ് ഓഫീസിലേക്ക് നമ്മുടെ ഖൽബ് കൊടുക്കാൻ പറ്റിയാൽ, പുണ്യനിബിതങ്ങൾ അങ്ങേയറ്റത്തൊരു മഹബത്തിൻ്റെ, അനുരാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വലിയൊരു വിളംബരം നടക്കുന്ന ഒരു മുഹൂർത്തമാണ് ഗാർ തൗറിൻ്റേത്. സിദ്ദീഖ് എന്നവർ പുണ്യനബിയെ റളിയല്ലാഹു അൻഹു, ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നോക്കിയിട്ടാണ് ആ ഗുഹയിൽ ഇരുത്തിയത് നമുക്കറിയില്ലേ? അപ്പൊ നമ്മുടെ ഖൽബിൽ ഈ ചിന്ത വേണം. ലാ തഹ്സൻ, ദുഃഖിക്കണ്ട. ഇന്നല്ലാഹ മഅനാ. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ ഈ വിഷയം പറയാണ്. പുണ്യനബി തങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, സിദ്ദീഖ് എന്നവരെ, എന്തിനാ നിങ്ങൾ ഈ പേടിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഈ ഉമ്മത്തിന് പുണ്യനബി നൽകിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദഅവത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ആത്മധൈര്യം നബി തങ്ങൾ നമുക്ക് തന്നു. എവിടെയും നമുക്ക് ജീവിക്കാം, ആരെയും ഭയപ്പെടേണ്ടതില്ല. നല്ല മനുഷ്യരായി, നല്ല ചിന്തയിൽ ഹബീബിനെ അനുകരിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഫശഹാദത്തുൻ ഫീ സബീലില്ലാഹ്, ഇല്ലേ, അല്ലാഹുവിലേക്ക് നന്മയാർന്ന ഒരു ഖാത്തിമത്തിലൂടെ കടന്നു പോകാം, അല്ലെങ്കിൽ ഒരു ഷഹാദത്തിലൂടെ കടന്നു പോകാം. ഇത് രണ്ടുമല്ലാതെ രണ്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ. ഇതല്ലാതെ എന്താ മുഅ്മിന് വരാൻ പോകുന്നത്? പിന്നെന്തിനാ പേടിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പേടിക്കേണ്ട സിദ്ദീഖേ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. സങ്കടപ്പെടരുത്. മദീനയിലേക്ക് ഹബീബായ തങ്ങൾ ഒളിച്ചും പാർത്തും പോകുന്ന നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം ഹബീബായ നബി തങ്ങൾ കണ്ടു. ചിലപ്പോൾ സിദ്ദീഖ് എന്നവർ ഹബീബിന്റെ മുമ്പിൽ, ചിലപ്പോൾ ബാക്കില്, പിന്നെ വലതുഭാഗത്ത് കാണും, പിന്നെ കാണും ഇടതുഭാഗത്ത്. അപ്പൊ തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ എന്താണ് ചില നേരത്ത് എൻ്റെ വലത്ത്, ചിലത്ത് എൻ്റെ മുമ്പിൽ, ചിലപ്പോൾ എൻ്റെ ബാക്കില്, എന്താ നിങ്ങൾ മാറി മാറി പൊസിഷൻ എന്തേ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, യാ നബി അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ,
അദ്കുറുർ റസ്ദ്, അങ്ങയെ പാത്തിരിക്കുന്ന ശത്രുക്കളെങ്ങാനും മുമ്പിലുണ്ടോ എന്നെനിക്ക് ഓർമ്മ വരും. അപ്പൊ ഞാൻ അങ്ങയുടെ മുമ്പിൽ നടക്കും. വഅഖാഫു അലൈക ത്വലബ്, അങ്ങയെ അന്വേഷിച്ചു വരുന്ന മക്കക്കാർ പിന്നിന്ന് വരുമോ എന്ന് എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പിന്നിൽ വരും. പിന്നെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള് എവിടെന്നെങ്കിലും കടന്നു വരുമോ എന്ന്, ഗ്രാമങ്ങളുണ്ട് പോകുന്ന വഴികളിൽ, അങ്ങേക്ക് ഉപദ്രവം വരുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സൈഡുകൾ ഓരോന്നും അങ്ങയുടെ പല വശങ്ങളിൽ നിൽക്കുന്നത് നബിയേ അങ്ങേക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. തങ്ങൾ പറയുമായിരുന്നു, എനിക്ക് ഉപകാരം ചെയ്തു തന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ ഞാൻ തിരിച്ചുപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ട വിധം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരാളേ ഉള്ളൂ, അത് സിദ്ദീഖാൻ. ലാ യുകാഫിഉക അലൈഹാ ഇല്ലല്ലാഹ്. സിദ്ദീഖേ, അതിന് മറുപടി, അതിന് പകരം അള്ളാഹുവിനെ തരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്കുള്ള വാതിൽ ഇല്ലാ ഖൗഖത്തു അബീ ബക്രിൻ, അത് മാത്രം തുറന്നു വെച്ചാൽ മതി മദീന പള്ളിയുടെ, ബാക്കി എല്ലാ വാതിലുകളും അടച്ചേക്കണം എന്ന് പുണ്യനബി തങ്ങൾ പറയുമ്പോഴും സ്നേഹം കൊണ്ട് ഹബീബിന്റെ കൂടെ നിന്ന് സിദ്ദീഖ് എന്നവരെ പുണ്യനബി തങ്ങൾ ഓർക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഖറാബതുഹു, പുണ്യനബി തങ്ങളുടെ കുടുംബബന്ധം, ഹബീബാ നബി തങ്ങളുടെ കുടുംബം, ആ കുടുംബമാണ് എൻ്റെ കുടുംബത്തെക്കാളും എനിക്ക് വലുത് എന്ന് പറഞ്ഞത് സിദ്ദീഖ് തങ്ങളാണ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമുൽ അബ്ബാസ്, അബ്ബാസ് എന്നവർ മുസ്ലിമാകുന്നതാണ് എൻ്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഉമർ എന്നവരും സമാനമായ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട നബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന രംഗം, എൻ്റെ വാപ്പ ഖത്താബ് എന്നവരെ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാളും എനിക്ക് വലുത് ഹബീബായ നബി തങ്ങളുടെ ബന്ധുവായ ഹബീബിന്റെ പിതൃ സഹോദരൻ അവർ ഇസ്ലാം സ്വീകരിക്കുന്നതാണ്. കാരണം അത് ഹബീബായ നബി തങ്ങൾക്ക് സന്തോഷമുണ്ടാക്കും. ആ സന്തോഷം എനിക്ക് കണ്ടാൽ മതി, അതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് അകലെയാണെങ്കിലും മദീനയിലാണെങ്കിലും ഖൽബ് കൊണ്ട് അവിടേക്ക് എത്താൻ നമുക്ക് ഇപ്പോഴും സാധിക്കും. അത് അല്ലാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. അൻത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടുവോ അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞ ഹദീസിനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ഫരിഹനാ ബിശൈഇൻ ഫറഹനാ, ഞങ്ങൾ ആരുടെ കൂടെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, ആരെയാണോ സ്നേഹിക്കുന്നത്, നിങ്ങൾ അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഈമാൻ ലഭിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും സന്തോഷമുള്ള വാക്കാണ്. എന്നിട്ട് മഹാനായ അനസ് എന്നവർ പറയുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയാൻ ഞങ്ങൾക്ക് ഹബീബിനെ ഇഷ്ടമാണ്, സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ്, ഉമർ എന്നവരെ ഇഷ്ടമാണ്. അവരോടൊപ്പം അവരുടെ കർമ്മങ്ങളെ പോലെ ആവാനൊന്നും ഞങ്ങളെ കൊണ്ടായില്ലെങ്കിലും അവർ പോകുന്നിടത്ത് കൂടെ ഞങ്ങൾ പോകുമെന്നല്ലേ, ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ അവരെയൊക്കെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബിമാർ. അതുകൊണ്ട് ഈ സ്നേഹം നഷ്ടമാവില്ല. പ്രേമവും വഴിവിട്ട ബന്ധങ്ങളുമൊക്കെ സുപരിചിതമാകുന്ന ഒരു ലോകത്ത് സോഷ്യൽ മീഡിയകളൊക്കെ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള വേദികളൊക്കെ പ്രേമബന്ധങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സെൽഫോണുകൾ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് നമ്മുടെ ആ ഒരു ഏറ്റവും നല്ല മനുഷ്യ മനസ്സിൻ്റെ വികാരത്തെ പൈശാചികമായ ചെയ്തികളിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകപ്പെടുമ്പോൾ ആ സ്നേഹം മദീനയിലേക്ക് പുണ്യനിബിതങ്ങളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ആ ഹബീബിനെ ഒന്ന് കാണണം, ഹബീബിന്റെ ഹദീസ് പഠിക്കണം, ഹബീബിനിറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ ഓതണം, ഹബീബിന്റെ മേൽ സ്വലാത്തു ചൊല്ലണം, അവിടുന്ന് കൊണ്ടുതന്ന ചര്യകളെ പിൻപറ്റണം. അങ്ങനെ ഒരു സ്നേഹത്തിലേക്ക് നമ്മളതിനെ ഡൈവേർട്ട് ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എത്ര വലിയ വെളിച്ചമുണ്ടാകുമായിരുന്നു. നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ രീതികളും നമ്മുടെ പ്രകൃതങ്ങളും എത്ര നന്നായി തീരുമായിരുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ഒരു സ്നേഹം അവിടേക്ക് കൊടുക്കേണ്ടതിൻ്റെ പകരം
പിശാച്ച് തട്ടിയെടുക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നഹ്നു ബനാതു മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. പരിശുദ്ധമായ മദീനയിലേക്ക് പുണ്യനബി തങ്ങൾ കടന്നു വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർ ത്വലഅൽ ബദ്റു ചൊല്ലി ഹബീബിനെ സ്വീകരിച്ചല്ലോ. ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ തിരമാലകൾ നമ്മുടെ മനസ്സിലിങ്ങനെ അലയൊടിക്കുന്നത് കാണാൻ കഴിയുന്നു. ആലോചിച്ചു നോക്കൂ, നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ചില ആളുകൾ, പുണ്യനബിയെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുന്ന മദീനക്കാർ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംറിൽ മുതാഇ ജിഅത ശറഫ്ത അൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. ആ വരവേൽപ്പ് കഴിഞ്ഞ് പുണ്യനബി തങ്ങൾ ബനു നജ്ജാർ ഗോത്രക്കാരുടെ വീടിനരികിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് പെൺകുട്ടികൾ വീടിൻ്റെ മുകളിൽ മട്ടുപ്പാവിൽ കയറി നിന്ന് ചൊല്ലുകയാണ്, നഹ്നു ബനാതു മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി. നബിയേ, ഞങ്ങൾ ബനു നജ്ജാറിലെ പെൺകുട്ടികളാണ്. പുണ്യനബിയേ, അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്നു, അങ്ങ് എത്ര നല്ല മഹാനാണ്. ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നഹ്നു ബനാതു മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി. ആ കവിതകൾ എങ്ങനെ പാടുമ്പോഴേ ഇത് മദ്ഹാണ്. അതാണിപ്പോൾ മൗലിദ് കിതാബിൽ പറയണതും നമ്മൾ ചൊല്ലുന്നതും റബീഉൽ അവ്വലും ഒക്കെ ഇതിൻ്റെ ആവർത്തനങ്ങളല്ലയോ. പുണ്യനബി ഞങ്ങളിത് കേൾക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാ നബി ഞങ്ങൾ മേലോട്ട് തല ഉയർത്തിയിട്ട് ചോദിച്ചു, അതുഹ്ബിബ്നനി, പെൺകുട്ടികളെ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണല്ലേ? അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കങ്ങ് ഇഷ്ടമാണ് നബിയേ. അന്നേരം പുണ്യനബി അവർക്ക് മറുപടി കൊടുക്കാനും മറന്നില്ല. അന കദാലിക ഉഹിബ്ബുകുന്ന, അതുപോലെ എനിക്ക് മക്കളെ നിങ്ങളോടും സ്നേഹമാണ് എന്ന് ആ തിരക്കിനിടയിൽ ആ സ്നേഹത്തിന് മറുപടി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ഒരു സ്നേഹത്തിൻ്റെ പാലം പണിയലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് എനിക്ക് എത്തിച്ചു തരുന്ന പ്രത്യേകമായ മലക്കുകളുണ്ടെന്നും ആരാണോ ചൊല്ലിയത് അവരുടെ മാതാപിതാക്കൾ ആരോ, അവരുടെ തറവാടേതോ നാടേതോ എന്ന് എനിക്ക് അല്ലാഹുവിൻ്റെ മലക്കുകൾ പറഞ്ഞു തരുന്നുണ്ടെന്നും അതിന് ഞാൻ മറുപടി പറയുമെന്നും നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മൊബൈൽ ടവറിലൂടെ കോടിക്കണക്കിന് കോളുകൾ, കണക്ഷനുകൾ ഇടം തെറ്റാതെ കടന്നു പോകാൻ കഴിയുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ സംവിധാനം, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സംവിധാനത്തിലൂടെ പുണ്യനബി ഞങ്ങൾക്കത് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് എന്ത് പ്രയാസമാണുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമല് അള്ളാഹുവിനെയും അവിടുത്തെ ഹബീബിനെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും തന്നെയാണ്. മദീന പള്ളിയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയോതുന്ന മിമ്പർ, ആ മിമ്പറിലെ മൂന്നാമത്തെ പടിയിൽ നിന്നുകൊണ്ടാണ് തങ്ങൾ ഖുതുബയോതിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറുകയാണ്. ത്വലമാ ഖാമ ഫീഹി റസൂലുള്ളാഹ്, പുണ്യനബി എത്രയോ നിന്ന ആ ഒരു നിൽപ്പിലേക്ക്, ഇടത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയാതെ ഒന്ന് കയറി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്നു സിദ്ദീഖ് എന്നവരെ.
മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറി നിൽക്കുമ്പോ അത് ഹബീബ് നിന്ന സ്ഥലമല്ലയോ, ഇജ്ലാലൻ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളോട് ബഹുമാനം കാണിച്ചുകൊണ്ട് തങ്ങൾ കാല് വെച്ചിടത്ത് കാല് വെക്കാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ 2-ാം പടിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ മഖാമി ഹാദാ, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുത്ബ തുടങ്ങാൻ പോവുകയാണ്. ഫഖനഖതുൽ അബ്റ, കണ്ണുനീര് വന്ന് സങ്കടം വന്ന് പറയാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർത്തിവെച്ചു. ഏതാനും സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, ഞാൻ നിൽക്കുന്ന ഇതേ മിമ്പറിൽ നിന്നുകൊണ്ടല്ലയോ പുണ്യ നബി പറഞ്ഞത്, ഞാൻ അവിടെ നിന്ന് പറയുന്നത് കേട്ടിരുന്നു എന്ന് ഹബീബിന്റെ ഹദീസ് പറയാൻ പോകുമ്പോ വീണ്ടും തൊണ്ടയിൽ കുടുങ്ങുകയാണ്, സംസാരിക്കാൻ കഴിയുന്നില്ല. സങ്കടം കൊണ്ട് കണ്ണുനീര് കൊണ്ട് തൊണ്ട ഇടറുകയാണ്. മൂന്നാമത്തെ തവണയും മഹാനവറുകൾ ഒരു വിധം പറഞ്ഞൊപ്പിച്ചു, ഇന്നല്ലാഹ മാ അഅതാ അഹദൻ ശൈഅൻ അഅളമ മിനൽ അഫ്വി വൽ ആഫിയ ഫസലൂഹ അല്ലാഹ അസ്സ വജൽ. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ 2 സൗഭാഗ്യങ്ങളുണ്ട്. ഒന്ന് അൽ അഫ്വ്, അല്ലാഹു നൽകുന്ന മാപ്പാണ്. വൽ ആഫിയ, ഒരു മനുഷ്യന് ഫിത്നകളിൽ പെടാതിരിക്കാനുള്ള ഭാഗ്യം. ആരോഗ്യം, ആളുകളുടെ ജനങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ഫിത്നകൾ, മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന ഫിത്നകൾ, ദീനിലും വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും വരുന്ന ഫിത്നകൾ, ആ ഫിത്നകളിൽ നിന്ന് അല്ലാഹു നൽകുന്ന മോചനത്തിന് ആഫിയത്ത് എന്ന് പറയും. ആഫിയത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ശരീരത്തിൽ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഉലമാഇനെ, സദാത്തിനെ, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് മുഴുവൻ അഫ്വ് കൊണ്ടും ആഫിയത്ത് കൊണ്ടും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലാഹ മാ അഅതാ അഹദൻ ശൈഅൻ അഅളമ മിനൽ അഫ്വി വൽ ആഫിയ ഫസലൂഹ അല്ലാഹ അസ്സ വജൽ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, അഫ്വും ആഫിയത്തും ചോദിച്ചോളൂ. ഇത് പറഞ്ഞത് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹദീസ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറയാൻ കഴിയാതെ തൊണ്ടയിടറി, പറയാൻ കഴിഞ്ഞില്ല എന്നാണ്. ഇത് നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളിൽ കാണുന്ന വലിയൊരു മഹത്വമാണ്. ഹദീസ് പറയുമ്പോൾ കണ്ടമിടറിപ്പോവുക, ഹദീസ് പറയുമ്പോൾ അവർ പേടിച്ചു പോവുക. ഇമാം മാലിക് എന്നവരുടെ ഉസ്താദാണ് മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. മാലിക് എന്നവർ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള മഹാനാണ് അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അയ്യൂബ് സഖ്തിയാനി തങ്ങളെക്കുറിച്ച് മാ ഹദ്ദസ്തുക്കും അഹദൻ ഇല്ലാ വ അയ്യൂബ് സഖ്തിയാനി അഅളമു മിൻ, ഞാൻ നിങ്ങൾക്ക് ആരെക്കുറിച്ചെല്ലാം എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അയ്യൂബ് സഖ്തിയാനി അതിലും വലിയ മഹാനാണ് എന്ന് മഹാനായ മാലിക് എന്നവർ പറഞ്ഞിട്ടുണ്ട്. മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി മുഅത്തയുടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. എന്നിട്ട് മാലിക് എന്നവർ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുക. മാലിക് ഇമാം പറയാണ്, അയ്യൂബ് സഖ്തിയാനി വലിയ കറാമത്തുള്ള മഹാനാണ്. കൂടെ ഹജ്ജിന് വന്ന ആൾക്കാരോട് നേരിട്ട് ചോദിച്ചതാണ്, കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചിലർ പറഞ്ഞിട്ടുണ്ട്, ചിലർ പറഞ്ഞു ഇല്ല. എന്നാൽ ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മക്കയിലെത്തി. അവർ ദൂരെ നാട്ടിൽ നിന്ന് കടന്നു വരുന്ന യാത്രക്കാരാണ്. വെള്ളം വേണം. ഒരു പാറയിൽ, ഉണങ്ങിയ പാറയിൽ വിരൽ വെച്ചിട്ട് മഹാൻ കറാമത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാ കണ്ടോളൂ, അള്ളാഹുവെ ഞങ്ങൾക്ക് വെള്ളം വേണം പടച്ചവനെ. വിരലെടുത്തു. ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു. കൂടെയുള്ള മുഴുവൻ ആളുകൾ കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഡിങ്കം കഥ എന്ന് പറയും. മുഅ്മിനീങ്ങൾ കറാമത്ത് വിശ്വസിക്കുന്നവരാണ്. മുഅ്മിനീങ്ങൾ മുഅ്ജിസത്ത് വിശ്വസിക്കുന്നവരാണ്. ഇല്ലാത്തത് പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞേക്കും. പക്ഷെ ഉള്ളതുപോലെ തന്നെ മനസ്സിലാക്കണം. മുഅ്ജിസത്തും കറാമത്തും ഈ ഉമ്മത്തിന് അല്ലാഹു മഹത്തുക്കളെ മനസ്സിലാക്കി തരാൻ തന്ന അലാമത്തുകളാണ്. കുടിച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും കുടിച്ചു. മഹാൻ പിന്നെ പറഞ്ഞു, പോരെ, എല്ലാവരും വെള്ളം എടുത്തില്ലേ, മതി. ഒന്നുകൂടെ വിരൽ വെച്ച് അവിടെ തന്നെ ആ വെള്ളം അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഈ സംഭവം
ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ, ആരോടൊപ്പം പറയേണ്ടത്. ആ മഹാനാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. പക്ഷേ മഹാൻ ഹദീത്ത് പറയാറുണ്ട്. ആ ഹദീത്ത് ഇമാം മാലിക് എന്നവർ സ്വീകരിക്കുന്നതിന് എപ്പോഴാണെന്നറിയോ? മാലിക് എന്ന് പറയാം, ഞാൻ കേട്ടു, സമിഅ്തു അൻ അയ്യൂബ് സഖ്തിയാനി തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അവരുടെ ഹദീത്ത് സ്വീകരിക്കണോ വേണ്ടേ എന്ന് എനിക്കവരൊന്ന് പരീക്ഷിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർ ഹജ്ജിന് വന്നു, ഞാനും വന്ന ഹജ്ജിനുണ്ട്. ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ ശ്രദ്ധിച്ചു നോക്കും. ഹജ്ജിന് ദൂരെ നിന്ന്, അൻബുഅദിൻ, മഹാൻ എന്നെ കാണുന്നില്ല, ഞാൻ ദൂരെയാണ്. ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ വീക്ഷിച്ചു നോക്കുമ്പോ ഞാൻ അവരിൽ നിന്നൊരു സ്വഭാവം കണ്ടു. കുല്ലമാ ദുകിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഹശ ബിൽ ബുകാ. പുണ്യനബി തങ്ങളുടെ പേര് പറയപ്പെടുമ്പോ മസ്ജിദുൽ നബവിയിൽ, മസ്ജിദുൽ ഹറാമിൽ, മക്കയില് മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുന്ന മഹാനവറുകൾ, ചുറ്റുവട്ടത്തും ഇരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഖാല റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴേക്കും പൊട്ടിക്കരയും. ഹത്താ യർഹമഹുന്നാസ്, ആളുകൾ വന്ന് സമാധാനിപ്പിക്കണം, പിന്നെ അങ്ങനെ കരഞ്ഞു പോകും. അത്രക്ക് ഹബീബിന്റെ പേര് കേൾക്കുമ്പോഴേക്കും മനസ്സിൽ അണമുറിയാത്ത സ്നേഹമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ ശേഷമാണ് അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീത്ത് ഞാൻ ഫകതബതു അൻഹു, അവിടെ മുതലാണ് ഞാൻ അവരിൽ നിന്ന് ഹദീത്ത് സ്വീകരിച്ചത്. ആ ഹുബ്ബില്ലാതെ വെറുതെ അങ്ങനെ പറയുന്നു, അതൊന്നും എനിക്ക് വേണ്ട. ഹുബ്ബ് ഖൽബിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോ അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീത്ത് വളരെ കുറഞ്ഞ റിവായത്തുകളേ ഉള്ളൂ, എന്നാലും ഞാനത് സ്വീകരിച്ചു. അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന് ഹദീത്ത് സ്വീകരിക്കാൻ ഇമാം മാലിക് എന്നവർ കണ്ട നിബന്ധന മഹബ്ബത്തു റസൂലില്ലാ, ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹം ഖൽബിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. ഇമാം മാലിക് എന്നവർ അങ്ങനെയായിരുന്നു, ഹദീത്ത് ഓതുമ്പോൾ കരയും. അപ്പോൾ ശിഷ്യന്മാരൊക്കെ പറയും, ഉസ്താദ് നിങ്ങൾ എന്തിനായി കരയുന്നത്? അന്നേരം മാലിക് എന്നവർ പറഞ്ഞു, എൻ്റെ ഉസ്താദിനെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി തആല അലൈഹി, എൻ്റെ ഗുരുനാഥൻ ഹദീത്ത് പറയുമ്പോൾ ആ ഹദീത്ത് ഖാല റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു വീഴാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ താങ്ങി നിർത്താറാണ് മഹാനായ മുഹമ്മദ് മുൻകദിർ എന്നവരെ. ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടില്ലല്ലോ, അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥന്മാർ ഇതിലും വലിയ സ്നേഹം ഹബീബിനോട് കാണിച്ചവരായിരുന്നുവെന്ന് മഹാനായ മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. യാ അല്ലാഹ്, അല്ലാഹു മഹബ്ബത്ത് ഖൽബിൽ നൽകട്ടെ. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും കഴിഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതും നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കടഞ്ഞെടുക്കാനാണ്. അവിടങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല മാലിന്യങ്ങളെയും ഒന്ന് എടുത്തു മാറ്റി തൽസ്ഥാനത്ത് ഹുബ്ബു റസൂലില്ലാഹ്, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം ഖൽബിൽ നിറച്ചു വെക്കാനാണ്. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വഫാത്തിന് ശേഷം മദീന വിട്ട് ഷാമിൽ പോയ മഹാനാണ്. എന്തേ? അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പുണ്യനബി തങ്ങൾ കിടക്കുന്ന ഇടം, അവിടെ പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഹബീബിനെ മിസ് ചെയ്യുകയാണ്. അങ്ങനെ ഷാമിലേക്ക് പോയി, 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക് അവിടെ ചെന്ന് താമസമാക്കി. ഇടക്ക് മദീനയിൽ വരും. ഒരിക്കൽ പുണ്യനബിയെ സ്വപ്നം കണ്ടു വന്നിട്ടുണ്ട്, ചരിത്രം നിങ്ങൾക്കറിയാം. മാ ഹാദൽ ജഫാഉ യാ ബിലാൽ, ബിലാൽ എന്നവർ വാങ്ക് വിളിക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദൻ, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മുഴുവൻ പറയാൻ കഴിയാതെ മഹാൻ തളർന്നു വീഴുമായിരുന്നു. ആ വാക്കുകൾക്കുള്ള ഒരു ബഹുമാനമാണത്. അതുകൊണ്ടാണ് പുണ്യനബിയെ പറയുമ്പോൾ ഈ പ്രവാചകൻ, അങ്ങനെ പ്രവാചകൻ എന്ന് പറഞ്ഞു പോവുക, ഒന്നുകിൽ പ്രവാചകർ സ്വല്ലല്ലാഹു, ഒരു സാന്നെങ്കിലും 2 ബ്രാക്കറ്റിലിടുക, പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നവർക്കൊക്കെ പ്രവാചകൻ എന്ന് പറയും. നമ്മുടെ നബി തങ്ങളെ നബി എന്ന വാക്കിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ അങ്ങനെ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ചൊരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ അനാദരവുള്ളൊരു പ്രയോഗമായി പോകും. പ്രവാചകർ സ്വല്ലല്ലാഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു മുഅ്മിന് പറയാൻ കഴിയും. പള്ളിയിലൊക്കെ മിമ്പറുമൊക്കെ ഖുത്ബ ഓതുന്ന മനുഷ്യന്മാരുണ്ട്. പച്ച മലയാളത്തിൽ ഖുത്ബ ഓതിട്ട് പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. സിദ്ദീഖ്, ഉമർ, ആരാ ഇവരൊക്കെ? അശറത്തുൽ മുബശ്ശരീൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ്
റളിയല്ലാഹു അൻഹു സ്വഹാബത്തു റസൂലില്ലാഹി റിദ്വാനുല്ലാഹി അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അവർക്ക് റളിയല്ലാഹു അൻഹു തർദിയത്ത് ചൊല്ലാതെ എങ്ങനെയാണ് ആ വാക്കുകൾ പറയാൻ കഴിയുന്നത്? സ്വലാത്ത് ചൊല്ലാതെ എങ്ങനെയാണ് ഹബീബിൻ്റെ പേര് പറയാൻ കഴിയുക? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്നേഹം വാക്കുകളിൽ മാത്രമുള്ളതല്ല. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ സ്നേഹിക്കുന്ന ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് വഴിപ്പെടുന്നവനല്ലയോ? അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഖലാസ്, പിന്നെ ഇവിടെ വേറൊരു നെഗോസിയേഷൻ ഇല്ല. തങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് പേഴ്സണലി നമുക്ക് ഇഷ്ടമല്ലെങ്കിലും തങ്ങൾക്കത് ഇഷ്ടമാണ് എങ്കിൽ എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെയല്ലേ പറയാൻ കഴിയൂ? എന്താണോ ഹബീബിന് ഇഷ്ടമായത് അതിഷ്ടം. ഇന്ന മിൻ അശദ്ദി ഉമ്മതി ലീ ഹുബ്ബാ, എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. യകൂനൂന ബഅദി, എൻ്റെ കാലശേഷം വരാൻ പോകുന്ന ഒരുപാട് മുഹിബ്ബീങ്ങൾ ഈ ഉമ്മത്തിന് വരാനുണ്ട്. തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയുന്ന ക്വാളിറ്റി നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കുക. യവദ്ദു അഹദുഹും, അവരോരോരുത്തരും കൊതിച്ചു പോകും. ലൗ യറാനി ബി അഹ്ലിഹി വമാലിഹി, സമ്പത്ത് ചെലവഴിച്ചാലോ മക്കളെ തന്നെ കൊടുത്താലോ അതിന് പകരം എന്നെ കാണാൻ പറ്റുമെങ്കിൽ എല്ലാം ത്യജിച്ച് എന്നെയൊന്ന് കാണാൻ കൊതിച്ചു പോകുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. അവരാണ് എന്നോട് ഏറ്റവും വലിയ ഹുബ്ബുള്ളവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കാണണമെന്ന് ഖൽബ് കൊണ്ട് കൊതിയുണ്ടാ. സമ്പത്ത് കൊടുത്തിട്ടോ മക്കളെ കൊടുത്തിട്ടോ കുടുംബം ഏൽപ്പിച്ചിട്ടോ അതിന് പകരം തങ്ങട്ടെ അമ്മാവൻ്റെ കൽബിലൊന്ന് ഈമാൻ ഉണ്ടാവട്ടെ, അമ്മാവൻ്റെ കൽബിലൊന്ന് ഈമാൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് 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 2-3 കൊല്ലം ആ കരിമ്പടം കൊടുത്തപ്പോൾ പകുതി മുറിച്ചിട്ട് ഒന്ന് അരയിൽ ചുറ്റി ഒന്ന് തോളിൽ ഇടുകയും ചെയ്തു. ഉപ്പായൊന്നുമില്ല. ആ കരിമ്പടം പുതച്ചുകൊണ്ട് മദീനത്തേക്ക് പോയി. ഉടുത്തത് മുഴുവൻ കൊടുത്തു അമ്മാവന്, എല്ലാം വെച്ചു കൊടുത്തു. അവിടെ 5 ഫിൽസ് കയ്യിലില്ലാതെ മദീനത്തേക്ക് രാത്രിക്ക് രാത്രി യാത്ര ചെയ്തു. മദീന പള്ളി അന്ന് രാത്രിയാണപ്പോൾ ആരുമില്ല. മദീന പള്ളിയുടെ ഒരു മൂലയിൽ പോയി ഒന്ന് കിടന്നു മഹാനായ ഈ സ്വഹാബി. ചെറുപ്പക്കാരനായിരുന്നു. രാവിലെ നേരം വെളുത്തപ്പോൾ ഈ സ്വഹാബിയെ കണ്ടു നബി തങ്ങൾ. സ്വഹാബത്തിനിടയിൽ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? പേരുനാടൊക്കെ പറഞ്ഞു കൊടുത്തു. തങ്ങൾക്ക് വല്ലാത്ത വേദന തോന്നി. തങ്ങൾ പറഞ്ഞു, അൻത അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ. ഇനി നിങ്ങളുടെ പേര് അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ. ദുൽ ബജാദൈൻ എന്നാണ് നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ദുൽ ബജാദൈൻ 2 കരിമ്പടം കഷ്ണം പുതച്ച ആള്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അരികത്തേക്ക് വരണം. ഉഖ്രിമുക മഅ അദ്യാഫി, എൻ്റെ അതിഥികൾ വരുമ്പോ ആ അതിഥികളോടുകൂടെ ഞാൻ അങ്ങയെയും സൽക്കരിക്കും, സ്വീകരിക്കും. അതുകൊണ്ട് മാറി നിൽക്കരുത് കേട്ടോ, എൻ്റെ കൂടെ നിൽക്കണേ. നിങ്ങൾക്ക് വസ്ത്രം നല്ലൊരു വസ്ത്രമില്ലെന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. അരികത്തേക്ക് എൻ്റെ കൂടെ നിൽക്കണേ. എനിക്ക് അതിഥികൾ വരുന്നുണ്ട്. നിങ്ങളെ ഞാൻ അവരുടെ കൂടെ നിങ്ങളെ ഞാൻ സൽക്കരിക്കും. ഉഖ്രിമുഖ്, നിങ്ങളെ ഞാൻ ആദരിക്കും എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബ്ദുല്ലാഹി തങ്ങളോട് പറഞ്ഞു. പുണ്യനബി ഞങ്ങളൊക്കെ മനസ്സിലാക്കുമായിരുന്നു. സ്വഹാബികളുടെ ടാലന്റുകളും ഓരോരുത്തരുടെയും ക്യാരക്ടർ ഹബീബായ നബി തങ്ങൾ മനസ്സിലാക്കിയ ഒരു രീതിയുണ്ട്. ചില ഹദീസുകളൊക്കെ ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. ഓരോരുത്തർക്കും ആവശ്യമായത് കൃത്യമായ നിർവചന നബി തങ്ങൾ കൊടുക്കും ഓരോരുത്തർക്കും. അതായിരുന്നു നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അബ്ദുല്ലാഹി ദുൽ ബജാദൈനിയെ കൂടെ കൂട്ടി നബി തങ്ങൾ. ആ യാത്ര പിന്നെ അവസാനിക്കുന്നത് തബൂക്കിലേക്കുള്ള യാത്രയിലാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. ഈ ആയത്തിറങ്ങുന്ന തബൂക്കിന്റെ വിഷയത്തിലാണ്. എൻ്റെ ഹബീബിൻ്റെ കൂടെ ജൂലൈ മാസത്തിലെ ചൂടുള്ള കാലം, ആ ചൂടിൽ ഹബീബിൻ്റെ കൂടെ തബൂക്കിലേക്ക് പോകാൻ മടി കാണിച്ച മുനാഫിക്കുകളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. ഇല്ലാ തൻസുറൂഹ്,
നിങ്ങളാരും എൻ്റെ ഹബീബിൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എന്തേ? എൻ്റെ ഹബീബിനെ ഞാൻ സഹായിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ഹിജറയുടെ കഥയാണ് അവിടെ പറയുന്നത് സൂറത്ത് തൗബയിൽ. ദുൽബജാദൈനിയെ കൂടെ കൊണ്ടുപോകുന്നു തബൂക്കിലേക്ക്. മഹാനായ ദുൽബജാദൈൻ റളിയല്ലാഹു അൻഹു തബൂക്കിലേക്കുള്ള വഴിയിലാണ് വഫാത്താകുന്നത്. അവിടെ ഖബർ കുഴിച്ചു നബി തങ്ങൾ. ഉമർ എന്നവരും സിദ്ദീഖ് എന്നവരുമാണ് ഈ ജനാസ എടുക്കുന്നത്. തങ്ങൾ പറഞ്ഞു, അദ്ലിയാ ഇലയ്യ സാഹിബനാ, നമ്മുടെ കൂട്ടുകാരനെ എൻ്റെ കയ്യിലേക്ക് തരൂ എന്ന് പറഞ്ഞ് ഖബറിൽ ഇറങ്ങി നിൽക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ കൈകളിലേക്ക് അബ്ദുല്ലാഹി ദുൽബജാദൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കയ്യിൽ കൊടുത്ത് ആ കൈ കൊണ്ട് തങ്ങൾ ഖബറിലേക്ക് താഴെ വെച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഷ്ഹിദു അന്നീ റാദിൻ അൻഹു ഫർള അൻഹു, അല്ലാഹുവേ ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു റബ്ബേ, നീയും പൊരുത്തപ്പെടണമേ എന്ന് മഹാനായ സ്വഹാബിക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. തങ്ങളെ കാണാൻ വേണ്ടി ഉടുത്ത വസ്ത്രം അടക്കം അഴിച്ചു കൊടുത്ത് 2 കരിമ്പടം പുതച്ച് മദീനയിലേക്ക് പോയ സ്വഹാബിയാണ് ദുൽബജാദൈൻ റളിയല്ലാഹു അൻഹു. ഈ നഗരി ഉവൈസുൽ ഖർനി തങ്ങളുടെ പേരിൽ കണ്ടു. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന താബിഈങ്ങളുടെ സയ്യിദും മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളുടെ നേതാക്കളിൽപ്പെട്ട നേതാവാണ് യമനിയായിരുന്ന ഉവൈസുൽ ഖർനി തങ്ങൾ റളിയല്ലാഹു അൻഹു വ റഹ്മത്തുള്ളാഹി തആല അലൈഹി. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് യമനിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ തങ്ങളുടെ സുഹ്ബത്ത് ലഭിച്ചില്ല. ഉമ്മ പറഞ്ഞു, മോനെ നിങ്ങൾ പോയാൽ എനിക്കാരാ ഉണ്ടാവുക? നിങ്ങൾ മദീനത്ത് ആകെ ഒരു മോനേ ഉള്ളൂ, നിങ്ങൾ മോന് പോയാൽ എനിക്കാരാ ഉണ്ടാവുക? അതുകൊണ്ട് മോൻ പോവല്ലേ എന്ന് പറഞ്ഞു. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീന വരെ പോയി തങ്ങളെ ഒന്ന് കാണാനോ സദസ്സിലിരിക്കാനോ സാധിച്ചില്ല. അതുകൊണ്ട് സ്വഹാബിയായില്ല എന്ന് മാത്രം. പക്ഷേ തങ്ങൾ ഒരുപാട് ഹദീത്തുകൾ സ്വഹീഹ് മുസ്ലിമിലെ വലിയൊരു റിവായത്ത്, ദീർഘമേറിയ റിവായത്തുണ്ട്. ആ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദുആക്ക് ഉത്തരമുള്ള മഹാനായിരുന്നു ഉവൈസുൽ ഖർനി തങ്ങൾ. ദുആക്ക് ഉത്തരമുണ്ടായിരുന്നു. ഉമർ എന്നവരോടല്ലേ പറഞ്ഞു, ഉമറേ കണ്ടാൽ ദുആരപ്പിക്കണം, ഫസ്തൗസു ബിഹി ദുആ, ദുആ ചെയ്യാൻ വേണ്ടി പറയണേ. അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന മഹാനാണ്. യതീകും ഉവൈസ് ഇബ്നു ആമിർ മിൻ മുറാദിൻ മിൻ ഖർനിൻ, ഖർനിലെ മുറാദ് ഖബീലയിൽ നിന്ന് വരുന്ന ഉവൈസുൽ ഖർനിയെ കണ്ടാൽ ദുആരപ്പിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞ താബിഈയാണ് ഉവൈസുൽ ഖർനി തങ്ങൾ. ഹബീബിനോടുള്ള മഹബ്ബത്ത, മദീനയിൽ നിന്ന് വരുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞ് ആ ഒരു മദീനയെ എനിക്ക് പോയി കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബിൻ്റെ ഒരു മൗലയുണ്ട്, സഫീന റളിയല്ലാഹു അൻഹു. സഫീന എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ്. മഹാന്റെ പേര് അബ്ദുറഹ്മാൻ എന്നായിരുന്നുവെന്നാണ്. സഫീന എന്ന കപ്പൽ എന്ന് പേര് വെച്ചത് ഒരു യാത്രയിൽ ഈ സഫീന റളിയല്ലാഹു അൻഹു ആളുകൾക്ക് ഒരുപാട് ലഗേജുകൾ ഉണ്ടായപ്പോൾ അത് ചുമന്ന് നടക്കാൻ ചില ആളുകൾക്ക് പ്രയാസമായപ്പോൾ സ്വഹാബി പറഞ്ഞതാണ്, നിങ്ങളുടെ എല്ലാവരുടെ ലഗേജും എൻ്റെ ഈ പുതപ്പിലങ്ങ് വെച്ചോളൂ, ഞാനിത് കൂട്ടിപ്പിടിച്ച് ഭാണ്ഡമായി എൻ്റെ പുറത്ത് ഞാൻ ചുമന്ന് നടന്നേക്കാം. അങ്ങനെ മഹാനവറുകൾ എല്ലാവരുടെയും ലഗേജ് എടുത്ത് ഭാരം ചുമന്ന് നടക്കുമ്പോൾ അത് കപ്പൽ ചെയ്യുന്ന പണിയാണല്ലോ. അങ്ങനെ പറഞ്ഞു, അൻത സഫീന, നിങ്ങൾ ഞങ്ങളുടെ കപ്പലാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മഹാനായ സഫീന റളിയല്ലാഹു അൻഹു സഫീന എന്നറിയപ്പെടുന്നത്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ ഒരുപാട് ആളുകൾ ദീനിന്റെ ദഅവത്തിന് വേണ്ടി യാത്ര പോയപ്പോൾ റോമിലേക്ക്, അതായത് തുർക്കിയിലേക്ക് യാത്ര പോയ, അന്ന് റോം എന്നൊക്കെ പറയുമ്പോൾ ഇസ്തംബൂളാണ്, കോൺസ്റ്റാന്റിനോപ്പിളാണ്, അവിടേക്ക് യാത്ര പോയ മഹാനാണ് സഫീന റളിയല്ലാഹു അൻഹു. പോകുന്ന വഴിക്ക് ഒരു സിംഹം അദ്ദേഹത്തോട് പെരുമാറിയത് ചരിത്രങ്ങളിൽ വളരെ പ്രബലമാണ്. മഹാനവറുകൾ പറയാൻ, സിംഹം എൻ്റെ അരികത്തേക്ക് വന്നപ്പോൾ ഞാൻ പേടിച്ചു, പക്ഷെ എനിക്ക് തോന്നിയൊന്ന് പറയണമെന്ന്. അന സഫീനതു മൗലാ റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബി തങ്ങളുടെ ഖാദിമായ മൗലയായ സഫീനയാണ് റളിയല്ലാഹു അൻഹു. അതങ്ങ് പറഞ്ഞപ്പോഴേക്കും ആ സിംഹം മഹാനവറുകളെ തലോടി മെല്ലെ 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 മെയിൻ വഴിയിലേക്ക്, പ്രധാന വഴിയിലേക്ക് എത്തുന്നത് വരെ സഫീന തങ്ങളെ ഇങ്ങനെ തടവി തടവി കൊണ്ടുപോയി. ഫഹംഹമ, അതെന്തോ തലയാട്ടിയിട്ട് അതിൻ്റെ ഭാഷയിൽ എന്തോ പറഞ്ഞു. യുവദ്ദിഉനി,
എന്നോട് യാത്ര ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ എനിക്കൊരു കേടുപാടും സംഭവിക്കാതെ ഞാൻ രക്ഷപ്പെട്ടുവെന്ന് മഹാനായ സഫീന തങ്ങൾ ഈ ചരിത്രം പറയുന്നത് താബിഇയായ മുഹമ്മദ് ഇബ്നു മുൻകദിർ തങ്ങളാണ്. മുഹമ്മദ് മുൻകദിർ എന്നിവരാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. മഹാനായ സഫീന തങ്ങൾ പറയാ, അള്ളാന്റെ റസൂലിന്റെ മൗലയാണെന്ന് പറഞ്ഞതോടുകൂടെ ആ ഒരു ഹിംസ്ര ജീവിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. എന്തിന്? ഇഅ്ളാമൻ വ ഇജ്ലാലൻ ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടുള്ള സ്നേഹം, ആ ഖറാബത്ത് നമ്മുടെ കൊച്ചുമക്കളിൽ നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യണം. ചെറിയ പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യമതാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദിബു ഔലാദക്കും, മക്കളെ നിങ്ങൾ അദബ് പഠിപ്പിക്കണേ. അലാ സലാസി ഖിസാൽ, 3 കാര്യങ്ങൾ നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഹുബ്ബി നബിയിക്കും, പുണ്യ നബി തങ്ങളെ സ്നേഹിക്കാനും, വഹുബ്ബി അഹ്ലി ബൈതിഹി, ഹബീബിന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുവാനും, വതിലാവത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും കൊച്ചുമക്കളെ നിങ്ങൾ പഠിപ്പിക്കണമേ. അപ്പൊ തങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. തങ്ങളുടെ വംശപരമ്പരയിൽ വന്ന സാദാത്യങ്ങളായ സയ്യിദന്മാരായ മഹത്തുക്കളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. തങ്ങന്മാർ, സയ്യിദന്മാർ, അവരെ സ്നേഹിക്കണം മോനെ എന്ന് പറഞ്ഞു കൊടുക്കണം. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകളെ നമ്മളിപ്പോൾ ഓർക്കുകയാണ്. ഒരു ചെറിയ തങ്ങളുകുട്ടി സദസ്സിലുണ്ടെങ്കിൽ ആ തങ്ങളുകുട്ടിയെ കൊണ്ട് അത് ദ്വാരിപ്പിക്കാം. ആ തങ്ങളുകുട്ടി ഇനി എങ്ങനെ വന്നു തങ്ങൾക്ക് വിഷയമല്ല. മഹാനവറുകൾ ആ കുട്ടിയെ കൊണ്ടുവന്ന് നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞ് ആ കുട്ടിയായ തങ്ങള് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ പിന്നെ ഉസ്താദ്, അപ്പോഴും അവരാരെങ്കിലും ഏൽപ്പിക്കും, ഇല്ലെങ്കിൽ ഉസ്താദ് ദ്വാരക്കുള്ളൂ. ഒരു സയ്യിദിനെ കണ്ടാൽ അത്രമേൽ എന്തെന്നില്ലാത്ത ബഹുമാനവും ആദരവും കാണിച്ചിരുന്ന ഒരു പാരമ്പര്യം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകളുടെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്കും തൗഫീഖ് തരട്ടെ. ദീനിന്റെ ശരിയായ ദഅവത്ത്, കലർപ്പില്ലാത്ത അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ, ഹബീബിന്റെ സുന്നത്തുകളെ ജീവിപ്പിച്ചിരുന്ന മഹാനവറുകൾ. ഞാൻ ഉസ്താദിന്റെ ഒരു ഖലീഫയുണ്ട് അബുദാബിയിൽ, മൊറിറ്റാനിയക്കാരനാണ്. നല്ലൊരു പ്രായമുള്ള ഷെയ്ഖാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ നാട്ടുകാരനായ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് പറഞ്ഞ് റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ എൻ്റെ വീട്ടിൽ വന്ന് 2 മണിക്കൂറോളം ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്, നിങ്ങളുടെ നാട്ടുകാരനായ ഷെയ്ഖ് മുഹീദ്ദീൻ്റെ ആ പേരിൽ ഞങ്ങൾ മൊറിറ്റാനിയിലെ മസ്ജിദുകളിൽ ജാവിയകളുണ്ട്. ജാവിയ എന്ന് പറഞ്ഞാൽ ഓരോരോ മൂലയിൽ മജ്ലിസുകൾ ഉണ്ടാക്കും. ആ മജ്ലിസിൽ നിങ്ങളുടെ നാട്ടുകാരനായ ഷെയ്ഖ് മുഹീദ്ദീൻ, അത്തിപ്പറ്റ ഉസ്താദിന്റെ പേര് മുഹീദ്ദീൻ ആണല്ലോ, അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത് മുഹീദ്ദീനാണ്. നിങ്ങളുടെ ആ മഹാന്റെ പേരിൽ ഞങ്ങളുടെ നാടിന്റെ പള്ളികളിൽ നിന്ന് ഫാത്തിഹയും യാസീനും ഞങ്ങൾ ഹദിയ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഉസ്താദിന്റെ പേരിൽ ഒരു ലജ്നയുണ്ട് അത്ര. എവിടെ ഒരുപാട് മുതഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ? അങ്ങ് വെസ്റ്റേൺ ആഫ്രിക്കയിൽ, അങ്ങ് അറ്റ്ലാന്റിക്കിലേക്ക്, പസഫിക്കിലേക്ക് കടന്നു നിൽക്കുന്ന ആ ഒരു ഭാഗത്ത്, മെഡിറ്ററേനിയൻ കടൽ അവസാനിക്കുന്നിടത്ത് മഹാനായ ഉസ്താദിനെ ഓർത്ത് ആ ഒരു മഹാന്റെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന മഹാന്മാർ. എന്തിനെന്നറിയോ? മഹാനായ ഉസ്താദ് സ്വലാത്ത് ചൊല്ലിപ്പിച്ച മഹാനാണ്. മഹാനായ ഉസ്താദ് ഹബീബിന്റെ സുന്നത്ത്, ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും സലാം പറയുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഒരു ദിക്റിന്റെ മജ്ലിസാണെങ്കിലും എന്താണ് അദബ് എന്ന് പഠിപ്പിച്ചിരുന്ന മഹാനാണ് അല്ലേ? ആ മഹാത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വലിയൊരു നഷ്ടമാണ്. ഖുദവകൾ, മാതൃകയായ മഹത്തുക്കളായ ആളുകൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുമ്പോൾ 1000 മണിക്കൂർ വാള പറയുന്നതിനേക്കാളും ഒരു സെക്കൻഡ് ഒരു മഹാനെ കണ്ടാൽ നമുക്കത് മതിയാകുമായിരുന്നു. അള്ളാഹു അവർക്കും നമുക്കും അള്ളാഹു സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പുണ്യനിബിതങ്ങളോടുകൂടെ ജീവിച്ച ചരിത്രങ്ങൾ സ്വഹാബികൾ ചോദിക്കുമ്പോൾ സയ്യിദ് ഇബ്നു അർഖം എന്നവരെ പറയുന്നുണ്ട്. ഇമാം മുസ്ലിം എന്നവർ റിപ്പോർട്ട് ചെയ്തു, ഇന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഫീനാ ഖതീബൻ ഫീ ഗദീരിൻ യുഖാലു ലഹു ഖം. ഖം എന്ന് പറയുന്ന ഒരു കുളത്തിൻ്റെ അടുത്ത് പുണ്യനിബിതങ്ങൾ ഞങ്ങളോട് ഖുതുബ നിർവഹിച്ചു, ഞങ്ങളോട് പ്രസംഗിച്ചു, ഞങ്ങളോട് സംസാരിച്ചു. മക്ക വിജയം കഴിഞ്ഞ് ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് മടങ്ങി വരികയാണ്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു കുളമാണ് ഗദീറു ഖം. അയ്യുഹന്നാസ്, പുണ്യനിബിതങ്ങളുടെ അവസാനത്തെ വാക്കുകളിൽപ്പെട്ട ചില ഖുതുബകളാണിത്. ജനങ്ങളെ, ഇന്നമാ അന ബശറുൻ യൂഷികു അൻ യഅതിയ റസൂലു റബ്ബി ഫഉജീബ്. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് മരണം സംഭവിക്കും. മലക്കുകൾ
മരണത്തിന്റെ മലക്ക്, റൂഹ് പിടിക്കുന്ന മലക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ. വഇന്നനീ തറക്തു ഫീകും സഖലൈൻ. രണ്ട് വിഭാഗം, രണ്ട് കാര്യങ്ങളെ, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ വന്നൂർ. ഒന്ന് അല്ലാഹുവിൻ്റെ കിതാബാണ്, ഖുർആനാണ്. അല്ലാഹുദ് ആനാ അല്ലൈലി വഅത്റാഫൻ നഹാർ, രാവിലും പകലിലും പാരായണം ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ, നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫീഹിൽ ഹുദാ വന്നൂർ ഫസ്തംസികൂ ബിഹി വഅതസിമൂ. അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം ഖുർആനിനെ. എന്നിട്ട് പറഞ്ഞു വഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. എൻ്റെ എൻ്റെ വീട്ടുകാർ, അഹ്ലുബൈത്ത്, സയ്യിദന്മാർ, തങ്ങന്മാർ, ഫാത്തിമ ബീവിയിലൂടെ അല്ലാഹു ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ പോകുന്ന ആ പരമ്പരയിൽ നിന്നാണ് ഇമാം മഹ്ദി തങ്ങൾ വരാൻ പോകുന്നത്. ആ എൻ്റെ അഹ്ലുബൈത്തിനെ നിങ്ങൾ സൂക്ഷിക്കണമേ. അപ്പൊ സയ്യിദ് ഇബ്നു അർഖം എന്നവരോട് അവിടുത്തെ അസ്ഹാബ് ശിഷ്യന്മാർ ചോദിച്ചു, അനിസാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആലി ബൈതിഹി, ഹബീബിന്റെ ഭാര്യമാർ അഹ്ലു ബൈത്താണോ? ഖാല നഅം, അതെ. പക്ഷേ ആലു ബൈത്ത് എന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നവർക്ക് പുണ്യനിബിധങ്ങൾ ഇട്ടേച്ചു കൊടുക്കുന്ന രണ്ട് പിടിക്കയറുകളാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് അഹ്ലു ബൈത്ത്. എന്നിട്ട് പറഞ്ഞു, മൻ ഹറുമ സ്വദഖതു ബഅദ, സകാത്ത് സ്വീകരിക്കാൻ പാടില്ലാത്തവർ അവരാരാണ്? ആലു ജഅഫറിൻ വ ആലു അബ്ബാസിൻ വ ആലു അലിയിൻ വ ആലു അഖീൽ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം, ജഅഫർ എന്നവരുടെ കുടുംബം, അഖീൽ എന്നവരുടെ കുടുംബം, അബ്ബാസ് എന്നവരുടെ കുടുംബം. പുണ്യനബി തങ്ങളുടെ അഹ്ലു ബൈത്തുകളാണ് അവരെ നിങ്ങൾ സൂക്ഷിക്കണമേ. ഞാൻ അവരെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോരുകയാണ്, നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒന്ന് കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബും പിന്നെ സാദാത്യങ്ങളും. ഇത് നബി തങ്ങൾ പറയുമ്പോ അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത്, ഹബീബിനോടുള്ള മഹബ്ബത്താണ്. ആ ഹബീബിലേക്ക് എത്തുന്ന മഹബ്ബത്താണ്. ഒരു നിലക്കും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഇഷ്ടക്കുറവുകളോ എന്തിൻ്റെങ്കിലും പേരിൽ ഉണ്ടെങ്കിൽ പോലും ഒരു അഹ്ലു ബൈത്തിനോട് പോലും ഒരു മുഖം കറുപ്പോ ഒരു ഇഷ്ടക്കുറവോ ഒരു മുഅ്മിന് കാണിക്കുക സാധ്യമല്ല, പാടില്ല. സ്വഹാബികളിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടായി, അവർ മൗനം പാലിച്ചു. മൗനം പലതിനും പരിഹാരമാണ്. മൗനമാണ് പലതിനും പരിഹാരം. മൗനം ചിലതുകൾ ഗദ്ദുൽ ബസർ, ഇദാ ബലഗൽ മാഉ ഖുല്ലതൈൻ ലാ യഹ്മിലുൽ ഖബസ്, ഖുബസ് എന്ന് പറഞ്ഞ പോലെ മാഉ ഖുല്ലതൈൻ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ നിറമോ മണമോ രുചിയോ മാറുന്നവരെ അത് മുതനജ്ജിസാകുന്നില്ല എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും ആ ഒരു അളവുകോളിൽ അളക്കണം എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് കൽബുകളിൽ കറ വീണു പോകരുത്. പിശാചെങ്ങാനും നമ്മുടെ കൽബിൽ കയറിക്കൂടിയിട്ട് എന്തെങ്കിലും ഒരു ഫിത്ന, അഹ്ലു ബൈത്തിനോട് ആരോടെങ്കിലും ഒരു വെറുപ്പ് നമ്മുടെ കൽബിൽ വന്നാൽ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിന് പിന്നെ എന്ത് ബറക്കത്താണ്, എല്ലാം തീർന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറഞ്ഞ ലോകം കണ്ട പേര് കേട്ട വലിയൊരു ഖലീഫയുടെ മകൻ, വാപ്പ ജീവിച്ചിരിക്കുന്ന കാലം ഹജ്ജിന് വന്നതാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് കഅബാലയത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി തിക്കും തിരക്കും കൂടുമ്പോൾ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനും ഒന്ന് മുത്തണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ തിരക്കായപ്പോൾ ഒരു ചെയർ ഇട്ട് കൊടുത്തു, ഇങ്ങോട്ട് ഇരിക്കി, തിരക്ക് കഴിഞ്ഞിട്ട് മുത്താലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു. അള്ളാഹുവിൻ്റെ ബൈത്തല്ലേ, അള്ളാഹുവിൻ്റെ വീടല്ലേ. അപ്പോൾ ഹിഷാം അവിടെ ഇരുന്നു. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് അതാ വരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹുസൈൻ എന്നവരുടെ മകൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന മഹാൻ, ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടിയുടെ കുട്ടി ഹുസൈൻ എന്നവരുടെ മകൻ അലി എന്നവര്. മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ കഅബയുടെ മുറ്റത്തേക്ക് എത്തിയപ്പോൾ അവിടെ കൂടിയ മുഴുവൻ ആളുകളും അങ്ങോട്ട് മാറിക്കൊടുത്തു. അങ്ങനെ ഒരു തിക്കും തിരക്കില്ലാണ്ട് മഹാനായ സയ്യിദായ തങ്ങളായ സൈനുൽ ആബിദീൻ തങ്ങള് ആ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് പോയി മുത്തി. ഇത് കണ്ടപ്പോ ഹിഷാം അബ്ദുൽ മലിക് രാജാവല്ലേ,
സ്വാഭാവികമായും ഒരു ഹസദ്, ഒരു അസൂയ വന്നു. ആരാ ഇത് എന്ന് ചോദിച്ചു. ഒരറിയാത്ത മട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, ആരായത്? അപ്പൊ ഷാമുകാരന് മറുപടി കൊടുക്കാൻ റെഡിയാണ്. അപ്പോഴേക്ക് ഫറസ്ദഖ് അവിടെയുണ്ട്, കവിയാണ്. ഫറസ്ദഖ് എഴുന്നേറ്റ് ഒരു കവിത ചൊല്ലി, മനോഹരമായ കവിത. ആ കവിതയിൽ സ്തംഭിച്ചുപോയി ഹിഷാം, തരിച്ചുപോയി. ആരാണിത് നിനക്കറിയില്ലയോ? ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതുഅതഹു വൽബൈതു യഅരിഫുഹു വൽഹില്ലു വൽഹറമു. ആരായി വന്നത് ഹിഷാമേ, നിനക്കറിയില്ലയോ? ഇതാരാണ്? ഈ മനുഷ്യന്റെ കാൽപാദത്തിന്റെ ചവിട്ടുകൾ ഹറമിനറിയാം, ഹറമിന്റെ പുറത്തിനറിയാം, കഅബാലയത്തിനറിയാം. ഹാദ ബിനു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി. അള്ളാന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും വലിയ ഖൈറായ പുണ്യ നബിയുടെ മോനാണിത്. നേരെ മോനല്ല, തങ്ങളുടെ പേരക്കുട്ടിയുടെ മോനാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു, ഹാദ ബിനു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി. ഹാദ തഖിയ്യുൻ നഖിയ്യുത് ത്വാഹിറുൽ അലമു. ഇത് ശുദ്ധരാണ്, പരിശുദ്ധരാണ്, അറിയപ്പെട്ടവരാണ്, ഇത് പരിപാവനമുള്ളവരാണ്. വലൈസ ഖൗലുക മൻ ഹാദാ ബിദാഇരിഹി. ആരായത് എന്ന ചോദ്യം ഈ മഹാന് ഒരു ഉപദ്രവം ചെയ്യുകയില്ല. അൽ അറബു തഅരിഫു മൻ അൻകർത വൽ അജമു. നിങ്ങൾക്കറിയാത്ത ഈ മഹാനെ അറബികൾക്കും അറിയാം, അനർബികൾക്കും അറിയാം. കിൽതാ യദൈഹി ഗിയാസുൻ അമ്മ നഫഉഹുമാ യസ്തൗകിഫാനി വലാ യഅറൂഹുമാ അദമു. ഹാദാ ഇബ്നു ഫാത്തിമ ഇൻ കുൻത തജ്ഹലുഹു ബിജദ്ദിഹി അംബിയാഉല്ലാഹി ഖദ് ഖുതിമു. ഇത് ഫാത്തിമയുടെ മോനാണ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ആരുടെ മോളാണെന്നറിയോ? അംബിയാക്കളുടെ അന്തിമ കന്യയായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മോളായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മോള് ഫാത്തിമ ബീവിയുടെ മോനാണിത്. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി ലൗല തശഹുദു കാനത് ലാഉഹു നഅമു. ദീർഘമായൊരു കവിതയാണ്. ഫറസ്ദഖി പറഞ്ഞത്, അഹ്ലുബൈത്തിനെ മനസ്സിലായില്ലേ ഹിഷാമേ? അഹ്ലുബൈത്ത് വന്നപ്പോൾ ആളുകൾ കാണിച്ച അദബാണിത്. നീ കസേരയിലിരിക്കേണ്ട ആളല്ല, നീ എഴുന്നേറ്റെന്ന് സ്വീകരിക്കേണ്ട ആളായിരുന്നുവെന്ന് അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഅബാലയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയായ സൈനുൽ ആബിദീൻ തങ്ങൾ വന്നപ്പോൾ, ചെറിയ ചെറുപ്പക്കാരനാണ്, മീശ മുളച്ചു വരുന്ന പ്രായമായിരുന്നു അത്. പക്ഷേ മഹാനവറുകളോട് കാണിച്ച ആ ഒരു അദബ്, എന്തേ? ഇത് പോകുന്നത് ഹബീബിലേക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.